ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായ റുബിക്സ് ക്യൂബ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ റുബിക്സ് ക്യൂബ് നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 ലെയറുകളാണ് നമ്മുടെ റുബിക്സ് ക്യൂബിനുള്ളത്, 3x3 ക്യൂബിനുള്ളത്. അതായത് ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഈ ടോപ്പ് പൊസിഷനും ഈ സൈഡിലെ ക്യൂബുകളും അടങ്ങിയതാണ് ഫസ്റ്റ് ലെയർ. ഇത് മിഡിൽ ലെയർ അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ, ഇത് തേർഡ് ലെയർ. അങ്ങനെ 3 ലെയറുകളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സെൻറ്റർ ക്യൂബുകൾ, എല്ലാ കളറുകളുടെ സെൻറ്ററിലും ഓരോ സെൻറ്റർ ക്യൂബുകളുണ്ട്. ഈ സെൻറ്റർ ക്യൂബിന് പ്രത്യേകതയുണ്ട്, ഇതെങ്ങോട്ട് തിരിച്ചാലും അതവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെൻറ്റർ ക്യൂബുകൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് അവരുടെ പൊസിഷൻ വിട്ട് പോകില്ല. ബാക്കി എല്ലാ ക്യൂബുകളും നിങ്ങൾക്കിവിടെ കാണാം, അത് അതിൻ്റെ പൊസിഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റർ ക്യൂബുകളുടെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ അങ്ങോട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ടോപ്പ് പൊസിഷനും അതുപോലെ ഈ സൈഡിലുള്ള ക്യൂബുകളും അടങ്ങിയതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കളറും അതുപോലെ തന്നെ ഈ സൈഡ് ക്യൂബുകളും കളറുകളും എല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് ലെയർ സക്സസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ ചെയ്യാം. ചിലർക്ക് ഈ ലെയർ മാത്രം കംപ്ലീറ്റ് ആക്കാൻ എല്ലാവർക്കും 90% ആൾക്കാർക്ക് അത് ചെയ്യാൻ അറിയായിരിക്കും. പക്ഷേ അവരുടെ പ്രശ്നം ഇവിടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ക്യൂബ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, വൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഭാഗം ഫുള്ള് വരേണ്ടത് വൈറ്റാണ്. അപ്പോൾ വൈറ്റിന് ആദ്യം നമുക്കൊരു ക്രോസ് ആക്കി മാറ്റണം. ഒരു കുരിശ് രൂപത്തിൽ വൈറ്റുകൾ ആദ്യം കൊണ്ടുവരണം. അങ്ങനെ വൈറ്റുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാ സൈഡിലും ഓരോ സെൻറ്റർ ക്യൂബുകളുണ്ട്. ഇവിടെ ഗ്രീനാണ്, അപ്പോൾ ഇവിടെ വരേണ്ടത് ഗ്രീനും ഇവിടെ വൈറ്റുമാണ് വരേണ്ടത്. ഇവിടെ ബ്ലൂ അല്ല, ഗ്രീനും വൈറ്റുമാണ് വരേണ്ടത്. അപ്പോൾ ഗ്രീനും വൈറ്റും എവിടെയാണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രീനും വൈറ്റും ഇവിടെ ഉണ്ട്. ഇതാണ് ഗ്രീനും വൈറ്റും. നമുക്ക് ഇവിടേക്കാണ് എത്തിക്കേണ്ടത്. അത് നമ്മുടെ ഗ്രീനിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തിക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, അത് മുകളിലേക്ക് എത്തി. ഇവിടെ കറക്റ്റായി, ഇവിടെയും കറക്റ്റായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെയാണ് റെഡും, ഈ ക്യൂബ് കാണാം, റെഡും വൈറ്റും എവിടെയുള്ളത് ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആ സൈഡിലേക്കൊന്ന് തിരിക്കുക. സെൻറ്റർ ക്യൂബ് ഒരിക്കലും മാറില്ല. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ഇത് ടോപ്പ് ലെയർ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് കറക്റ്റാക്കി ഇവിടെ വയ്ക്കുക. ശേഷം നേരത്തെ ഇവിടെ ഇരുന്നു ഈ റെഡ്, അതിനെ തൊട്ടപ്പുറത്തേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും, ഇവിടെയും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഇത് കറക്റ്റാണ്, പക്ഷേ ഇവിടെ വൈറ്റ് വേണം. അപ്പോൾ ബ്ലൂവും വൈറ്റും ഉള്ളത് എവിടെയാണ് നോക്കാം. ഓക്കെ, ബ്ലൂ വൈറ്റ് ഇത് അവിടെ ഉണ്ട്. അതിന് ജസ്റ്റ് നമ്മുടെ ബ്ലൂവിൻ്റെ അവിടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ജസ്റ്റ് ശേഷം ഒന്ന് തിരിച്ച് വയ്ക്കുക. ഓക്കെ, നമ്മുടെ 3 ഭാഗം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചും വൈറ്റുമാണ്. അത് ഇവിടെ ഉണ്ട്. അത് ഇതുപോലെ തിരിക്കുക. ശേഷം ടോപ്പ് ലെയർ മാത്രം ഇങ്ങനെ പിടിച്ചതിന് ശേഷം മറ്റു ലെയർ ഇങ്ങോട്ട് തിരിക്കുക, മുകളിലേക്ക് എത്തിക്കുക. ശേഷം കറക്റ്റാക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായി, ഇവിടെ കറക്റ്റായി, ഈ 2 ഭാഗം ശരി. നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ക്രോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോർണർ ക്യൂബുകൾ ശരിയാക്കാം. കോർണർ ശരിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും വൈറ്റ് കണ്ടോ, ഇവിടെ വൈറ്റ് ഉണ്ട്, വൈറ്റാണല്ലോ മുകളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ വൈറ്റിന് തൊട്ടിപ്പുറത്തുള്ള കളർ ഏതാ, ഓറഞ്ച്. ഇതിപ്പോൾ ചില സമയത്ത് ഇവിടെ ആയിരിക്കും എനിക്കുണ്ടാവുക. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ സെൻറ്റർ ക്യൂബുകളെടുത്ത് ഇത് കൊണ്ടുവയ്ക്കുക, ഈ വൈറ്റും ഓറഞ്ചിനെയും. ഈ സൈഡ് കളറാണ് നോക്കേണ്ടത്, ഒരിക്കലും ഇത് നോക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവച്ചു ഓറഞ്ചിൻ്റെ ക്യൂബിൻ്റെ അടുത്ത് ഓറഞ്ച് കളറും. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് ഇവിടേക്ക് എത്തിക്കണം. ഇത് ഇവിടെ ഇരിക്കേണ്ടതല്ല, ഈ വൈറ്റ് നമ്മൾ ഇവിടെ എത്തണം. അതിന് ഒന്നില്ലെങ്കിൽ ഇതിങ്ങോട്ടോ ആണ് തിരിക്കേണ്ടത്. ജസ്റ്റ് നമുക്ക് വലത്തോട്ട് തിരിക്കുക, ഇതിന് താഴേക്ക് കൊണ്ടുവരാം. ആ കളർ കളഞ്ഞ് നമുക്ക് ഇതോടെ വയ്ക്കുക, മുകളിലേക്ക് കൊണ്ടുപോകാം. കണ്ടോ, ഇപ്പോൾ ഈ കോർണർ ശരി. ഇനി വേണ്ടത്
ഈ വൈറ്റാണ്. ഇതെവിടെ റെഡിൻ്റെ സെൻറ്റർ. ഓക്കെ, സെൻറ്റർ ക്യൂബ് റെഡ് എത്തി. ഇനി ഇതിനെ ഇടത്തോട്ട് തിരിക്കുക, താഴേക്ക് കൊണ്ടുവരാം, മുകളിലേക്ക് വെച്ച് കൊടുക്കുക, തിരിച്ചു കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെയും കറക്റ്റായി. ഇനി വേണ്ടത് ഇതാണ്. ഇത് കറക്റ്റ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത് ബ്ലൂവിൻ്റെ അവിടെ. അത് ജസ്റ്റ് ഒന്ന് തിരിക്കുക, ആ കളറിന് കളയാം, ജസ്റ്റ് മുകളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ആ കോർണറുകളൊക്കെ ശരി. ഇനി നമ്മൾ ഇവിടേക്ക് എത്തിക്കണം. അതിനായിട്ട് ഇതെവിടെയാണെന്ന് നോക്കാം. ഒരു ക്യൂബുള്ളൂ. അത് നിങ്ങൾക്ക് സാധാരണ പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കി. ചിലർ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറും അല്ലെങ്കിൽ ഇത് തൊട്ട് ക്യൂബ് സോൾവ് ചെയ്യുന്നത് തന്നെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇക്വേഷൻസ് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മനഃപ്പാടമാക്കി വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഇക്വേഷൻ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും, കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എനിക്കറിയാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് 1 മിനിറ്റിന് താഴെയാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും, സ്പീഡാക്കി. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യും, അത് അവസാനത്തെ ലെയറിൽ മാത്രമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് സെക്കൻഡ് ലെയറോട്ട് കിടക്കാം. സെക്കൻഡ് ലെയറോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ ഇവിടെ വൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വരേണ്ടത് ഇവിടുത്തെ സെൻറ്റർ ക്യൂബ് യെല്ലോ ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് യെല്ലോ ആണ് മൊത്തം. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ 2 കളർ കണ്ടോ, ഇങ്ങനെ 2 കളർ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ യെല്ലോ പാടില്ല. നമുക്ക് സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഈ കളർ ഇപ്പോൾ നീല, ഇത് ഇവിടേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു യെല്ലോ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ഇവിടേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം യെല്ലോ വരേണ്ടത് ഈ ലെയറിലോട്ടാണ്. അപ്പോൾ യെല്ലോ ഇല്ലാത്തത്, ഇതിലിപ്പോൾ യെല്ലോ ഇല്ല. അപ്പോൾ യെല്ലോ ഇല്ലാത്തത് അത് അതിൻ്റെ സെൻട്രൽ ക്യൂബിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാം. ശേഷം ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കുക. ഇവിടെ ഓറഞ്ചാണുള്ളത്, ഓറഞ്ച് ഈ സൈഡിലാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടേക്കാണ് ഇത് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോകേണ്ടതിന് ഈ ക്യൂബ് മാത്രം നമ്മൾ ഇടത്തോട്ട് തിരിക്കുക. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. ഇടത്തോട്ട് തിരിക്കുക. ശേഷം മുകളിലത്തെ വൈറ്റിനെ താഴേക്ക് കൊണ്ടുവരാം. ശേഷം ആ റിട്ടേൺ അടിക്കുക. നേരത്തെ കൊണ്ടുപോയതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ വൈറ്റ് കളയണം. അങ്ങനെ ഒരു വൈറ്റ് നമ്മൾ കളയുക, ഇതിന് തിരിച്ച് വീണ്ടും റിട്ടേൺ അടിക്കുക. ഇപ്പോൾ ഒരു വൈറ്റ് അവിടെ പോയിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ശരിയാക്കാം. ഇത് ശരിയാക്കുന്നത് വഴി നമ്മുടെ ഈ കോർണർ ശരിയായി. ഇനി നമുക്ക് ഇതുപോലെ യെല്ലോ ഇല്ലാത്ത തന്നെ സെലക്ട് ചെയ്യാം. അതിലിപ്പോൾ യെല്ലോ ഉണ്ട്, അത് പറ്റില്ല. യെല്ലോ ഇല്ലാത്തത് ഓക്കെ, ഇത് ഗ്രീനിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാം. ഗ്രീനിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുവച്ചു. ഇതെങ്ങോട്ടാണ് പോകുന്നത്? റെഡ്. വലത്തോട്ട് തന്നെയാണ് പോകേണ്ടത്. അതിന് ഇടത്തോട്ട് തിരിക്കുക, മുകളിൽ നിന്ന് കൊണ്ടുവരാം, ഒരു വൈറ്റ് കളയുക, ജസ്റ്റ് റിട്ടേൺ തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് അത് കറക്റ്റാക്കി തന്നെ വെച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, അതും കറക്റ്റായി. ഇനി നമുക്ക് യെല്ലോ ഇല്ലാത്തവനെ കണ്ടുപിടിക്കണം. ഓറഞ്ച് ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓറഞ്ച് ഇവിടെയാണ്, ഗ്രീൻ പോകേണ്ടത് ഇവിടേക്കാണ്, വലത്തോട്ടേക്കാണ്. അതിനായിട്ട് നമ്മൾ ഇടത്തോട്ട് തിരിക്കുക, വൈറ്റിനെ കൊണ്ടുവരാം, ഒരു കളർ കളയുക, ജസ്റ്റ് മുകളിലോട്ട് കൊണ്ടുപോകുക, എന്നിട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ കോർണർ ശരിയായി. ഇനി നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ഓക്കെ, റെഡിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ചു. ഇത് പോകേണ്ടത് ഇവിടേക്കാണ്, വലത്തോട്ടാണ്. ശേഷം തിരിക്കുക, ഒരു കളർ കളയുക, മുകളിലേക്ക് കൊണ്ടുപോകാം. ശേഷം നമ്മൾ വൈറ്റ് കയറ്റി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ലെയർ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത് ഇവിടേക്കാണ് പോകേണ്ടതെങ്കിൽ വേറെ ഒന്നുമില്ല, ഇടത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ വലത്തോട്ട് തിരിക്കുക. ഈ എവിടെയാണോ വരേണ്ടത് ആ സൈഡിലെ മുകളിലത്തെ വൈറ്റ് ലെയറിനെ താഴേക്ക് കൊണ്ടുവരാം. ഒരു വൈറ്റ് നേരത്തെ റിട്ടേൺ അടിച്ച് കളയുക, ഓപ്പോസിറ്റ് ഇട്ട് കളയുക. ശേഷം ആ വൈറ്റിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ ഇവിടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കിട്ടുന്നതായിരിക്കും. ചിലർക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ യെല്ലോ വരാൻ പാടില്ല എന്ന്, യെല്ലോ ഇല്ലാത്ത കളർ സെലക്ട് ചെയ്യുക. പക്ഷേ ചിലർക്ക് ഇതുപോലെ ഇവിടെ യെല്ലോ ഇങ്ങനെ സെൻട്രൽ ക്യൂബുകളിലൊക്കെ യെല്ലോ വരും. അപ്പോൾ യെല്ലോ ഇവിടെയാണ് വരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഫില്ലാവാത്തൊരു കളറുള്ള ഭാഗം ഇനി നമുക്ക് ഇവിടെ ഫില്ലാക്കാനുണ്ട്, അവിടെ അത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഏതെങ്കിലും ഒരു സെൻട്രൽ ക്യൂബിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. നമുക്ക് ഇടത്തോട്ട് വരേണ്ടതിന് വലത്തോട്ട് തിരിക്കുക. ശേഷം വൈറ്റ് കളർ കൊണ്ടുവരാം, അതിനെ മാറ്റുക. ശേഷം ആ വൈറ്റ് ഒന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ നേരത്തെ വരേണ്ട ആ മഞ്ഞ കളർ അവിടേക്ക് വന്നിട്ടുണ്ട്, യെല്ലോ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഏതെങ്കിലും ഒരു കളർ യെല്ലോ ഇല്ലാതെ കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കളർ യെല്ലോ ഇല്ലാതെ നമുക്ക് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടേക്ക് വരേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു കളർ കളയാം, ശേഷം എത്തിക്കുക. ഇപ്പോൾ ആ കറക്റ്റ് കളർ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടും നമുക്കൊരു കളർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതായത് യെല്ലോ ഇല്ലാത്തത്. അതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ,
ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഒരു ലെയറെ കംപ്ലീറ്റ് ആക്കാനുള്ളൂ. ഈ ലെയർ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് നിങ്ങൾ ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഷേപ്പ് നോക്കാം. ഇവിടെ ഇപ്പോൾ ചിലർക്ക് ഇതുപോലെ സെൻറ്ററിൽ യെല്ലോ മാത്രമായിട്ട് കിട്ടും, ചിലർക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ കിട്ടും. എൽ ഷേപ്പിൽ നിങ്ങൾക്ക് ഒരു ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം നിങ്ങൾ നോക്കണ്ട, സെൻറ്ററിൽ മാത്രമായിട്ട് ഒരു ലൈൻ പോലെ കിട്ടും, യെല്ലോ കളർ. ഓക്കെ, അപ്പോൾ സെൻറ്റർ ക്യൂബ് കിട്ടിയിട്ടുള്ളവരും ഇങ്ങനെ ലൈൻ മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളവരും ചെയ്യേണ്ട ഇക്വേഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. ബാക്കി കിട്ടുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ലൈനും സെൻറ്റർ ക്യൂബും കിട്ടുന്നവർ ഞാൻ പറയുന്നത് ചെയ്യാം. അതായത് ലൈനായിട്ട് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക. ഒരിക്കലും ലൈനായിട്ട് കിട്ടിയിട്ട് ക്യൂബിന് ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ പിടിക്കുക ലൈനായിട്ട്. ഇപ്പോൾ സെൻറ്റർ ക്യൂബ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഭാഗം പിടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കാം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇക്വേഷൻസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് എഫ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ട്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. വെറും എഫ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുക. എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടേക്ക് തിരിക്കുക. ഓക്കെ, എഫ് ഡാഷ്. ഓക്കെ, അതുപോലെ ആർ എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ റൈറ്റ് പൊസിഷൻ, വലതുഭാഗം റൈറ്റ്. ആർ, അതുപോലെ ആർ ഡാഷ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിപ്പ് പോലെ എഴുതിടാം. ചെയ്യണ സമയത്ത് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അതുപോലെ ആർ ഡാഷ് ഓപ്പോസിറ്റ്. ഇനി അതുപോലെ ലെഫ്റ്റ് ഭാഗമുണ്ട് എൽ ഡാഷ്. ഓക്കെ, അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ അപ്പർ പാർട്ട് യു ഡാഷ്. അതുപോലെ ഡൗൺ പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം, ഡി ഡാഷ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്യൂബ് ഒരെണ്ണം കിട്ടിയവരും ലൈൻ കിട്ടിയവരും ഈ ഇക്വേഷൻ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അതിതാണ്. ഇങ്ങനെ തന്നെ പിടിക്കാം. ശേഷം എഫ്, ആർ ഡാഷ്, യു ഡാഷ്, എഫ് ഡാഷ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നമ്മൾ ക്രോസ് ആക്കാനാണ് ചെയ്യുന്നത്. നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കിട്ടിയിട്ടുള്ളവർ ഞാൻ നേരത്തെ പോലെ എൽ കിട്ടും. ഇങ്ങനെ പിടിക്കുക. അതായത് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടെങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ഇടത്തുനിന്നും നേരെ സ്ട്രൈറ്റ്, ഇടതു ഭാഗത്തു നിന്നും സ്ട്രൈറ്റോട്ട് പോകുന്ന രീതിയിലായിട്ട് ഈ എല്ലിനെ പിടിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൽ ഷേപ്പ് ഫസ്റ്റ് കിട്ടുന്നവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും ഒരുപോലെ ചെയ്യാം. എൽ കിട്ടിയവരും മറ്റേത് നമ്മുടെ ക്രോസ് ലൈൻ കിട്ടിയവരും ഈ സംഭവം ചെയ്യാം. അപ്പോൾ എൽ കിട്ടിയവർ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ ഇതാണ്, എഫ് യു ആർ യു ഐ ആർ ഡാഷ്, അതുപോലെ എഫ് ഡാഷ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്രോസ് ആയിട്ട് കിട്ടി. ഇനി നിങ്ങൾ ക്രോസ് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ സെൻറ്റർ ക്യൂബിൾ നമ്മൾ ആദ്യത്തെ ലെയർ ശരിയാക്കിയ പോലെ ഈ സെൻറ്റർ ക്യൂബിൾ ശരിയായിട്ടുണ്ടോ നോക്കുക. ഇവിടെ ഇപ്പോൾ സെൻറ്റർ ക്യൂബിൾ ശരിയായിട്ടില്ല. നമുക്ക് ജസ്റ്റ് എവിടെ നിന്ന് വെച്ച് നോക്കാം. ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ രണ്ട് സെൻറ്റർ ക്യൂബുകൾ കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നോക്കാം എവിടെയും കിട്ടിയിട്ടുണ്ടോ. രണ്ട് സൈഡിൽ കളർ ശരിയായിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ലക്ക് കൊണ്ട് എല്ലാ കളർ ശരിയായിട്ടുണ്ട്, എല്ലാ ക്യൂബ് ശരിയായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ശരിയാവാത്തുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ ഒരു ശരിയാവാത്ത കളറും പിടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തും ശരിയാവാത്തൊരു കളർ പിടിക്കുക. എന്നിട്ട് ഞാൻ ഇനി പറയുന്ന ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ, പിന്നെ യു 2 തവണ, U1 U2, അതായത് U2. ഇനി വീണ്ടും ആർ ഡാഷ് യു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്നും ശരിയായിട്ടില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് കളറുകളെ ശരിയായിട്ടുള്ളൂ. ഇത് രണ്ടും ഇപ്പോഴും ശരിയായിട്ടില്ല. വീണ്ടും നമ്മൾ അത് തന്നെ പിടിക്കാം. അതായത് തെറ്റിയത് ശരിയാവാത്ത ഭാഗം ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ലെഫ്റ്റിലും തന്നെ പിടിക്കാം. ശേഷം വീണ്ടും അത് ശരിയാവുന്ന വരെ ആ സെൻറ്റർ ക്യൂബിൻ്റെ ഇക്വേഷൻ തന്നെ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു 2 ആർ ഡാഷ് യു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെൻറ്റർ ക്യൂബുകളെല്ലാം ശരിയായിട്ടുണ്ട്. മുകളിലെ ക്രോസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണ്,
ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഈ കോർണർ ക്യൂബുകൾ ശരിയാക്കുന്നത് കൂടി നമ്മുടെ ക്യൂബ് സെറ്റാവും. അപ്പോൾ എങ്ങനെ നമുക്ക് കോർണർ ക്യൂബുകളെ സെറ്റാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും കളറുകൾ കോർണറിൽ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇത് ശരിയല്ല, കാരണം ഓറഞ്ച് ഇവിടെ ഒരു സ്ഥലത്തും വരുന്നില്ല. ആകെ വരുന്നത് യെല്ലോ, ഗ്രീൻ, റെഡാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ നോക്കാം, ഇവിടെ ബ്ലൂ ഇല്ല, അതും തെറ്റാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റാണ്. കാരണം ബ്ലൂ ഇവിടെ വന്നാൽ ശരിയാവും, ഓറഞ്ച് ഇവിടെ വന്നാൽ ശരിയാവും, യെല്ലോ ഇവിടെ വന്നാൽ ശരിയാവും. ഇത് ഈ ഇരുന്നോടത്ത് തന്നെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ ശരിയാവുന്ന കാര്യമുള്ളൂ. ഇത് ശരിയായിട്ട് തന്നെ നമ്മൾ കൂട്ടണം. അപ്പോൾ ഇത് ശരിയാണ്. അതുപോലെ ഇത് നോക്കാം, ഇത് തെറ്റാണ്. കാരണം ഗ്രീൻ ഇവിടെ വരാനുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണം മാത്രമേ നമ്മൾ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ശരിയായത് വലത്തോട്ട് പിടിക്കുക, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ശരിയായത് പിടിക്കുക. ശേഷം കോർണർ ക്യൂബ് ശരിയാക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഈ താഴെ പറയുന്നതാണ്, അത് ജസ്റ്റ് ഒന്ന് ചെയ്യുക. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഓക്കെ, നമുക്കിവിടെ ഒരു ക്യൂബ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഭാഗം ശരിയായി, ബാക്കി ഭാഗം നമ്മൾ നോക്കണ്ട. ഇവിടെ ഇത് ശരിയാണ്, ഇത്തിരി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇതും ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, രണ്ട് സൈഡും കറക്റ്റായിട്ടുണ്ട്. ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സെൻട്രൽ ക്യൂബിൾ ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ കോർണർ ക്യൂബുകളുടെ ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ കിട്ടും. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരുന്നാൽ മതി, ഇതും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരുന്നാൽ ശരിയാവും, അതുപോലെ ഇവിടെയും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരുന്നാൽ ശരിയാവും. അങ്ങനെ 4 സൈഡിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന രീതിയിൽ എല്ലാം അവിടെ തന്നെ വരേണ്ട കളറുകളാണ്, എന്നാൽ സ്ഥാനം മാത്രം മാറിയിരിക്കുന്ന ക്യൂബുകളുണ്ട്. 4 സൈഡിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന അതും ശരിയായിട്ട് തന്നെ നമ്മൾ കൂട്ടണം, ആ 4 അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ കിട്ടിയിട്ടുള്ളവർക്കും ഒരു ഭാഗം ശരിയായവർക്കും ഇനി ലാസ്റ്റ് ഇക്വേഷനാണ്, അതാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഇതാണ്. നമ്മൾ ശരിയായിട്ടുള്ള ഭാഗം ഇവിടെ പിടിക്കുക, നമ്മുടെ ലെഫ്റ്റിൽ. ഇനി ഇവിടെയാണല്ലോ ശരിയാക്കാനുള്ളത്, അപ്പോൾ ശരിയായത് ലെഫ്റ്റിൽ പിടിക്കുക. ശേഷം ആ ഇക്വേഷൻ ചെയ്യുക. അതായത് ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ നോക്കരുത്. ഒരു തവണ കൂടെ 2 തവണ അത് ചെയ്യണം. അപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്തു ആ ഇക്വേഷൻ, വീണ്ടും ഒരു തവണ കൂടെ അത് ചെയ്യാം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. 2 തവണ ചെയ്തപ്പോൾ നമുക്കത് പോയി, പക്ഷേ കുഴപ്പമില്ല. ഇനി 2 തവണ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എപ്പോൾ ഇത് ശരിയാവുന്നോ, ഇവിടെ ഈ കളർ ഓറഞ്ച് തന്നെ വരുന്നു, അപ്പോൾ നമുക്കത് നിർത്താം. ഓക്കെ, അപ്പോൾ വീണ്ടും തന്നെ ചെയ്യാം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിരിക്കുക, ആ ഭാഗം മാത്രം. ഇനി ഇവിടെ വരുത്തണം സെയിം ഇക്വേഷൻ. ഇതിലിനി കറക്റ്റ് കളർ ശരിയാവുന്നവരെ മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് തവണ ചെയ്യുമ്പോൾ മാത്രം 2 എണ്ണം ചെയ്തതിന് ശേഷം പിന്നെ ശരിയാവണോ വരെ നമ്മൾ അത് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ എപ്പോൾ ശരിയാവുന്നോ അവിടെ നമുക്ക് നിർത്താം, പിന്നെ തിരിക്കാം. ഓക്കെ, അപ്പോൾ അതായത് ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഓക്കെ, നമ്മുടെ ക്യൂബ് അപ്പോൾ കംപ്ലീറ്റായി. സിമ്പിളായിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. 2 സൈഡും, അതായത് 2 ലെയർ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ഇക്വേഷൻസൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല. നമ്മളാകെ ചെയ്തത് ഒരു സൈഡ്, നമ്മുടെ 3rd ലെയർ മാത്രം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തത്. അത് സിമ്പിളാണ്. നിങ്ങൾ ഒരു 2-3 തവണ ഇക്വേഷൻസ് അതുമാത്രം ലാസ്റ്റ് ലെയർ മാത്രം ശരിയാക്കാൻ നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത് അറിയാത്തവർക്കായിട്ട് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.